വിശാലമായ ഒരു ഗോതമ്പ് വയലിൻ്റെ മൂലയിൽ ഒരു വാനമ്പാടിയും കുറേ കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. എല്ലാ ദിവസവും തള്ളപ്പക്ഷി രാവിലെ ആഹാരം തേടിപ്പോകും. കുഞ്ഞുങ്ങൾ കൂട്ടിനുള്ളിലും പരിസരത്തുമായി തത്തിക്കളിക്കും. അമ്മ കൊണ്ടുവരുന്ന ആഹാരം പകൽ കഴിച്ചുകൊണ്ട് വൈകുന്നേരം അമ്മ വരുന്നതിനായി കാത്തിരിക്കും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഗോതമ്പ് വിള കൊയ്യാൻ സമയമായി. തള്ളപ്പക്ഷി അത് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇനി ഏറെ നാൾ നമുക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. ഗോതമ്പ് വിള പാകമായി. ഏതു സമയവും കർഷകൻ ഗോതമ്പ് കൊയ്യാം. അതിനു മുമ്പ് നമുക്ക് സ്ഥലം വിടണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിക്കണം. എല്ലാ സംഭാഷണങ്ങളും ശ്രദ്ധിക്കണം. എന്നിട്ട് വള്ളി പുള്ളി വിടാതെ എന്നോട് പറയണം. പക്ഷിക്കുഞ്ഞുങ്ങൾ തല കുലുക്കി സമ്മതിച്ചു. ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അമ്മ പക്ഷിയെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർഷകനും മകനും വയലിലെത്തി. കർഷകൻ മകനോട് പറഞ്ഞു, ഗോതമ്പ് വിള പാകമായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഉടനെ ചെന്ന് അയൽക്കാരെ വിവരമറിയിക്കണം. നാളെ രാവിലെ തന്നെ കൊയ്യാനായി വയലിലേക്ക് വരണമെന്ന് അവരോട് പറയണം. തള്ളപ്പക്ഷി വന്നപ്പോൾ കുഞ്ഞുങ്ങൾ വിവരമറിയിച്ചു. തള്ളപ്പക്ഷി അപ്പോൾ പറഞ്ഞു, ഓടിപ്പിടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. അടുത്ത ദിവസം കർഷകനും മകനും രാവിലെ വന്നു. തെളിഞ്ഞ ഒരു ദിവസമായിരുന്നു. പക്ഷേ അയൽക്കാർ ആരും എത്തിയില്ല. കർഷകൻ ഏറെ നേരം അവർക്കു വേണ്ടി കാത്തിരുന്നു. കർഷകൻ മകനോട് പറഞ്ഞു, നന്ദി കെട്ട പരീക്ഷകൾ. നമ്മൾ ദാനമായി കൊടുത്ത ഗോതമ്പ് ഭക്ഷിച്ചാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നന്ദിയുണ്ടോ എന്ന് നോക്ക്, ഒരാൾ പോലും വന്നില്ല. ഇന്ന് നീ അമ്മാവന്മാരെയും ചിറ്റപ്പന്മാരെയും വിവരമറിയിക്കണം. നാളെ രാവിലെ തന്നെ വരാൻ പറയണം. അവർ നമ്മളെ സഹായിക്കാൻ വരാതിരിക്കില്ല. വാനമ്പാടിയുടെ കുഞ്ഞുങ്ങൾ അന്നത്തെ വിവരങ്ങൾ തള്ളപ്പക്ഷി വന്ന ഉടനെ പറഞ്ഞു. അപ്പോഴും തള്ളപ്പക്ഷി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. പോകാൻ ധൃതി കൂട്ടണ്ട. സമയമായിട്ടില്ല. പിറ്റേ ദിവസം കർഷകനും മകനും കൃത്യസമയത്ത് തന്നെ എത്തി. അന്ന് നല്ല വെയിലുള്ള ദിവസം. പക്ഷേ ബന്ധുക്കൾ ആരും തന്നെ വന്നില്ല. കർഷകൻ മകനോട് പറഞ്ഞു, മകനെ, നീ എല്ലാ ബന്ധുക്കളോടും പറഞ്ഞില്ലേ? ഉവ്വ്, മകൻ പറഞ്ഞു. ബന്ധുക്കളെ പ്രതീക്ഷിച്ച് കർഷകനും മകനും ഉച്ച തിരിയുന്നതുവരെ കാത്തിരുന്നു. പക്ഷേ ആരും വന്നില്ല. നന്ദി കെട്ട പരീക്ഷകൾ. അന്നും കർഷകൻ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, വിളപാകമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. മഴ എപ്പോഴാണ് വരുന്നതെന്നും അറിയില്ല. ഇനി ആരെയും പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. കർഷകൻ മകനോട് പറഞ്ഞു, ഇന്ന് വീട്ടിൽ ചെന്ന് അരിവാളുകൾ മൂർച്ച കൂട്ടണം. കറ്റ കെട്ടാൻ കയറും തയ്യാറാക്കണം. നാളെ പുലർച്ചെ നമുക്ക് തന്നെ കൊയ്യാൻ തുടങ്ങാം. അന്ന് തള്ളപ്പക്ഷി വൈകുന്നേരം എത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ പതിവ് പോലെ വിവരങ്ങൾ അമ്മയെ അറിയിച്ചു. അമ്മ കുഞ്ഞുങ്ങളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, പോകാൻ സമയമായി. ഉടൻ തന്നെ തയ്യാറാവുക. നാളെ രാവിലെ കർഷകനും മകനും അരിവാളുമായി എത്തും. ഇന്ന് തന്നെ നമുക്ക് ഇവിടം വിടണം. ഇത്രയും നാൾ കർഷകൻ മറ്റുള്ളവരെ ആശ്രയിക്കുകയായിരുന്നു. അതുകൊണ്ട് കാര്യം നടന്നില്ല. എന്നാൽ ഇപ്പോഴാകട്ടെ കർഷകനും മകനും കൂടി തന്നെ കൊയ്യാൻ വരികയാണ്. അപ്പോൾ തീർച്ചയായും വിളവെടുപ്പ് നടക്കും. വാനമ്പാടിയും കുഞ്ഞുങ്ങളും അന്ന് തന്നെ കൂടുമാറി. പിറ്റേ ദിവസം പുലർച്ചെ കർഷകനും മകനും അരിവാളുമായി എത്തി കൊയ്ത്ത് ആരംഭിച്ചു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതാ പരമേശ്വരി ദേവി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് സ്വന്തം ഭക്തന്മാരെയാണ്. ഭക്തന്മാർക്ക് മംഗളം വരുത്തുന്നതിൽ താൽപ്പര്യമുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ലളിതാ സഹസ്രനാമത്തിലെ ഭദ്രപ്രിയ എന്ന നാമം 115-ാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ ചേർത്തു വച്ചിട്ടുള്ളത്. ഭദ്ര എന്ന വാക്കിന് എന്തെല്ലാം അർത്ഥങ്ങളുണ്ടോ അമ്മയ്ക്ക് അവയെല്ലാം ചേരുന്നവയാണ്. ശിവൻ, മംഗളം, ക്ഷേമം, സമൃദ്ധി, മേരു എന്നിങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങൾ ഭദ്ര എന്ന ശബ്ദത്തിനുണ്ട്. ശ്രീ മഹാദേവന് ശിവന് പ്രിയപ്പെട്ടവൻ എന്നാണ് പ്രധാനമായി വരുന്ന അർത്ഥം. ചന്ദ്രൻ എന്നാൽ ശിവൻ. അമ്മ ശ്രീ മഹാദേവൻ്റെ അർദ്ധാംഗിനിയാണ്. അതായത് പകുതി ഭാഗം അമ്മയുടേതാണ്. അതുകൊണ്ട് ശിവന് പ്രിയപ്പെട്ടവൻ എന്ന അർത്ഥം ലഭിക്കുന്നു. ശിവൻ മംഗളസ്വരൂപനാണ്. മഹാദേവിയാകട്ടെ മംഗളസ്വരൂപിണിയും. ഭക്തന്മാർക്ക് എപ്പോഴും മംഗളം പ്രദാനം ചെയ്തുകൊണ്ട് മംഗളസ്വരൂപിണിയായി വിളങ്ങുന്ന അമ്മയ്ക്ക് മംഗളകരമായ വാക്ക്, മംഗളകരമായ ചിന്ത,
മംഗളകരമായ പ്രവൃത്തി എന്നിവയെല്ലാം ഇഷ്ടമാണ്. മംഗളകരമായതെല്ലാം ഇഷ്ടപ്പെടുന്നവൾ എന്ന് അർത്ഥം വരുന്നു. മേരു എന്ന അർത്ഥമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ മേരു രൂപത്തിലുള്ള ശ്രീചക്രപൂജ ഇഷ്ടപ്പെടുന്നവൾ എന്നും അർത്ഥം വരും. മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിന് മേരു എന്നു പേരുണ്ട്. അതുകൊണ്ട് അപ്രകാരം അർത്ഥം കൽപ്പിച്ചു കഴിഞ്ഞാൽ കുണ്ഡലിനി യോഗം ഇഷ്ടപ്പെടുന്നവൾ എന്നും ഈ വാക്കിന് അർത്ഥം വരുന്നു എന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഭദ്രം എന്നത് ലക്ഷണയുക്തമായ ആനയെ സൂചിപ്പിക്കുന്നു എന്നും അത്തരത്തിലുള്ള ആനകളെ ഇഷ്ടപ്പെടുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. ശിവന് പ്രിയമായവൾ, മംഗളകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവൾ, മേരുദണ്ഡം പ്രിയമായവൾ, ഭദ്ര എന്ന വിഭാഗത്തിൽപ്പെട്ട ആനകളെ ഇഷ്ടപ്പെടുന്നവൾ, ഇങ്ങനെയൊക്കെയാണ് ഈ നാമത്തിന് അർത്ഥം വരുന്നത്. ഓം ഭദ്രപ്രിയായൈ നമഃ. ഓം ഓം ഹ്രീം ഭദ്രപ്രിയായൈ നമഃ. ലളിതാസഹസ്രനാമത്തിലെ ഈ നാമവും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഭക്തന്മാർക്ക് എപ്പോഴും മംഗളം നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മയോട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് എപ്പോൾ പ്രാർത്ഥിച്ചാലും അമ്മ അവരുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും സാധ്യമാക്കി നൽകും. ഈ മന്ത്രത്തിനോട് അടുത്ത ബന്ധമുള്ള വേറെ ഒരു മന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഭദ്ര എന്ന ശബ്ദത്തിന് മുമ്പ് പറഞ്ഞ നാമത്തിൽ നൽകിയ അർത്ഥങ്ങളിലെല്ലാം മൂർത്തി എന്നുകൂടി ചേർക്കുക. അപ്പോൾ ഭദ്രമൂർത്തി എന്നാവും. ശിവൻ മൂർത്തിയായിട്ടുള്ളവൾ, മംഗളവും ക്ഷേമവും സമൃദ്ധിയും രൂപമായിട്ടുള്ളവൾ, ശ്രീചക്രം സ്വരൂപമായിട്ടുള്ളവൻ എന്നിങ്ങനെയാണ് ഈ നാമത്തിന് അർത്ഥങ്ങൾ വരുന്നത്. ഭദ്രമായ മൂർത്തിയോടുകൂടിയവൾ, ഭദ്രകാളി രൂപം കൈക്കൊണ്ടവൾ എന്നൊക്കെ അർത്ഥം വരുന്നു. ഓം ഭദ്രമൂർത്യൈ നമഃ. ഓം ഓം ഹ്രീം ഭദ്രമൂർത്യൈ നമഃ. ഭക്തന്മാർക്ക് സൗഭാഗ്യം ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് ലളിതാ സഹസ്രനാമത്തിലെ 117 മന്ത്രമായി ദേവതകൾ ഭക്തസൗഭാഗ്യദായിനി എന്ന് നൽകിയിട്ടുള്ളത്. കരിമ്പ്, പാരിജാതം, വിത്തുകൾ, പാല്, തൈര്, വെണ്ണ, നെയ്യ്, മഞ്ഞ നിറമുള്ള സാധനങ്ങൾ, പുഷ്പങ്ങൾ, ഉപ്പ് ഇവയൊക്കെയാണ് സൗഭാഗ്യ സാധനങ്ങൾ എന്ന് പത്മപുരാണത്തിൽ കാണുന്നു. ധനം, ആരോഗ്യം, കീർത്തി, അറിവ്, ജ്ഞാനം ഇവയും മോക്ഷപ്രാപ്തിയും എല്ലാം നൽകുന്നവളാണ് അമ്മ. അതുകൊണ്ട് ഓം ഭക്തസൗഭാഗ്യദായിന്യൈ നമഃ. ഓം ഓം ഹ്രീം ഭക്തസൗഭാഗ്യദായിന്യൈ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ അവ നൽകുന്ന ഗുണഫലങ്ങളുമുണ്ട്. എന്താവശ്യപ്പെട്ടാലും അതൊക്കെ ഭക്തന്മാർക്ക് കണക്കില്ലാതെ നൽകുന്ന കരുണാമയിയായ അമ്മയെയാണ് ഈ നാമമന്ത്രങ്ങളിലൂടെ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദോഷങ്ങളും ഇതുകൊണ്ട് മാറുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. കാരണം എല്ലാ ദോഷങ്ങളും മാറുമ്പോഴാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നത്. ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.